മക്കളെ, ജെറുസലേം 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന, വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ ബലിയർപ്പിക്കുന്ന പുരോഹിത കരങ്ങളിലൂടെ വിശുദ്ധ ബലിക്ക് സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നത് ഒരു വലിയ കാര്യം നിർവഹിക്കാൻ വേണ്ടിയാണെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തി തരികയാണ്. 2 ദിനവൃത്താന്തം 6:6 നാം വായിക്കുന്നു, ഇതാ എന്റെ നാമം നിലനിർത്തുവാൻ ഞാൻ ജെറുസലേം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്റെ നാമം നിലനിർത്തുവാൻ ഞാൻ ജെറുസലേം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം ആലയമായി ജെറുസലേമിനെ തിരഞ്ഞെടുത്തതുപോലെ ഇന്നത്തെ പ്രയർ ലൈനിൽ സംബന്ധിക്കുന്ന നമ്മളെയാണ്, നമ്മുടെ കുടുംബത്തെയാണ്, നമ്മുടെ നിയോഗങ്ങളെയാണ് കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തെ, നമ്മുടെ ശരീരമാകുന്ന ആലയത്തെ, നമ്മുടെ കുടുംബമാകുന്ന ആലയത്തെ നമ്മൾ എപ്പോഴും നവീകരിച്ചു കൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിന്റെ നാമം നിലനിർത്തുവാൻ വേണ്ടി ഞാനാകുന്ന ആലയത്തെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുത്തു വിശ്വാസികളുടെ പിതാവാകാൻ. മോശയെ ദൈവം തിരഞ്ഞെടുത്തു നേതൃത്വം നൽകാൻ. ജെറമിയെ തിരഞ്ഞെടുത്തു പ്രവാചകനാകാൻ. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തു സന്ദേശ സംവാഹകരാകാൻ. പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തു ദൈവത്തിന്റെ അമ്മയാകാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വലിയ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ ആലയമായി നമ്മെ, ദൈവാലയമായി നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സർവരെയും കർത്താവിന്റെ നാമം നിലനിർത്താൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്തൊരു ഭാഗ്യമാണത്! ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് വലിയ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, നമ്മുടെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് ഈ രാത്രിയിലും പ്രഭാതത്തിലും 2 ദിനവൃത്താന്തം 6:6 മനസ്സിൽ ഓർക്കാനും പ്രാർത്ഥിക്കാനും കഴിയട്ടെ. നമ്മൾ ഓരോരുത്തരും യേശുവിന്റെ സന്ദേശ സംവാഹകരായി തീരുവാൻ അതിനുള്ള ഒരു പുതിയ കൃപ നമുക്ക് കിട്ടട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.